കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 62-ാമത്തെ ശ്ലോകം സ്തുതി തന്നെയാണ്, ശ്രീ മഹാദേവൻ്റെ സ്തുതിയാണ്. അത് നമ്മൾ 62-ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ അങ്ങയെ ഭജിക്കുന്നത് കൊണ്ട് കൃതാർത്ഥത ഉണ്ടാവുന്നുള്ളത് എൻ്റെ അനുഭവം തന്നെയാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു അല്ലേ. ഹേ രാമ, ഞാൻ ഭഗവാന്റെ നാമോച്ചാരണം കൊണ്ട് തന്നെ ഇന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഞാൻ എൻ്റെ പത്നിയായിട്ടുള്ള പാർവതി ദേവിയോട് കൂടി കാശിയിൽ വസിക്കുകയാണ്. ആ കാശിയിൽ ഞാൻ എന്തിനാ വസിക്കണമെന്ന് വെച്ചാൽ മരിച്ച് പരമപുരുഷാർത്ഥമായ മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കാശിയിൽ തന്നെ ഭഗവാന്റെ നാമമായിട്ടുള്ള താരകം മന്ത്രമായിട്ടുള്ള രാമനാമത്തെ ഞാൻ ചെല്ലണമെന്ന് ഞാൻ എല്ലാവർക്കും ഉപദേശിക്കണമെന്ന്. മരിച്ച് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാശി പോയിട്ട് രാമനാമം ചൊല്ലിയാൽ മതി എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. ആര്? ശിവഭഗവാൻ. ഇനി 63. ഇമം സ്തവം നിത്യം അനന്യഭക്തിയ. ഈ ഒരു എന്താ പറയുക, ഒരു ഫലശ്രുതിയാണ് ഈ ശിവസ്തുതിയുടെ. ശിവൻ ശ്രീരാമനെ സ്തുതിച്ചുല്ലോ, ഈ ശിവസ്തുതിയുടെ ഒരു ഫലശ്രുതിയാണ് കേട്ടോ ഇതിൽ. ഇമം സ്തവം നിത്യം അനന്യഭക്ത്യാ ശൃണ്വന്തി ഗായന്തി ലിഖന്തി യേ വൈ തേ സർവസൗഖ്യം പരമം ച ലബ്ധ്വാ ഭവൽപദം യാന്തു ഭവൽ പ്രസാദാത്. എന്താ പറയണേ, ഏതൊരാളാണ് ഈ സ്തവം, ഈ സ്തോത്രത്തെ യേ വൈ, ഏതൊരാൾ നിത്യം ദിവസേന അനന്യഭക്തിയോടുകൂടി ശൃണ്വന്തി കേൾക്കുന്നുവോ, ഗായന്തി കീർത്തിക്കുന്നുവോ, ലിഖന്തി എഴുതുന്നുവോ, അതായത് ലിഖിത ജപം അല്ലെങ്കിൽ ലിഖിത സ്തുതി, ഭഗവത് പ്രസാദാത്, ആ ആള് ആരാണ് വെച്ച് കേൾക്കേ പറയുകയെ എഴുതുകയെ ചെയ്യുന്നത്, അവൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർ സർവസൗഖ്യം ലബ്ധ്വ, സർവസൗഖ്യത്തെ ലഭിച്ചിട്ട് പരമം ഭവൽപദം, സവോത്കൃഷ്ടമായ ഭവാന്റെ സ്ഥാനത്തെ യാന്തു എത്തുന്നു. ആരാണ് ഈ സ്തുതി ഭക്തിയോടും അനന്യഭക്തിയോടുകൂടി ചെല്ലേ കേൾക്കേ എഴുതേ ചെയ്യുന്ന അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, പരമപദം തന്നെ അവർ പ്രാപിക്കും എന്നല്ല ഒരു ഇനി ഇന്ദ്രൻ പറയുകയാണ്. എല്ലാ ദേവന്മാർക്കും സന്തോഷമായി ഇപ്പോഴേ. അപ്പോൾ ഇന്ദ്രൻ്റെ സ്തുതിയാണത്. ദ്വിവിധനെ കൊന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ദ്വിവിധനല്ല, ഇത് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും സന്തോഷമായി. അതുകൊണ്ട് എല്ലാവരും സ്തുതിക്കേണ്ട ഇന്ദ്ര ഉവാച. പിന്നെ ദേവന്മാരുടെ വേറെ സ്തുതിയുണ്ട് കേട്ടോ. ദേവന്മാരെ, പിതൃക്കള്, യക്ഷന്മാരെ, ഗന്ധർവന്മാരെ ഒക്കെ വേറെ വേറെ സ്തുതിക്കുന്നുണ്ട്. ഈ ഇതിലങ്ങനെ ഉണ്ടല്ലോ, നരസിംഹാവതാരത്തിൽ നമ്മൾ കണ്ടുല്ലോ ഭാഗവതത്തിലേ അല്ലേ, എല്ലാവരും വേറെ 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 സ്തുതിക്കും. പക്ഷെ അപ്പോഴൊന്നും നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചില്ല. അവസാനം പ്രഹ്ലാദൻ തന്നെ സ്തുതിച്ചപ്പോഴേ കോപം ശമിച്ചുള്ളൂ അല്ലേ. അതുപോലെയാണ്. അപ്പോൾ എല്ലാവരും, ഭഗവാൻ കോപമൊന്നുമില്ല അതല്ല, പക്ഷെ എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ വേറെ വേറെ സ്തുതിക്കുകയാണ്. ഇപ്പം ഇന്ദ്രനാണ് കേട്ടോ. ഇന്ദ്ര ഉവാച രക്ഷോതിപേനാഖിലദേവ സൗഖ്യം ഹൃതം ച മേ ബ്രഹ്മവരേണ ദേവ പുനശ്ച സർവം ഭവത പ്രസാദാൽ പ്രാപ്തം ഹതോ രാക്ഷസദുഷ്ടശത്രു. രക്ഷോധിപേന, അതായത് രാക്ഷസാധിപനാൽ, ബ്രഹ്മവരേണ, അതായത് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു, മനുഷ്യനാൽ മാത്രമേ വധിക്കപ്പെടുള്ളൂ. മനുഷ്യനല്ലാത്ത ഒരാളുടെ കൈകൊണ്ട് വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുല്ലോ വരം രാവണൻ. അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കേണ്ടി വന്നത്. ബ്രഹ്മവരേണ, ബ്രഹ്മാവിൻ്റെ വരം കാരണം, മേ അഖിലദേവ സൗഖ്യം, എൻ്റെ സമസ്ത അതായത് എൻ്റെ സൗഖ്യങ്ങൾ മുഴുവൻ ഹൃതം ഹരിക്കപ്പെട്ടു. അതായത് ബ്രഹ്മാവിൻ്റെ വരം കാരണം രാവണന് അത്ര ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ
സ്വർഗമൊക്കെ ആക്രമിച്ച് കീഴടക്കി ഇന്ദ്രൻ്റെ പിന്നെ സ്വർഗമൊക്കെ കീഴടക്കി ഇന്ദ്രൻ്റെ അല്ലാണ്ടേ. അതാണ് എൻ്റെ സൗഖ്യമൊക്കെ ഹൃതം, എൻ്റെ സ്വർഗമൊക്കെ അപഹരിക്കപ്പെട്ടു. ദേവ ഭവത പ്രസാദാത്, ഹേ ദേവ അങ്ങയുടെ പ്രസാദത്താൽ സർവം പുനഃ ചാപ്രാപ്തം, ഒക്കെ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടി. രാക്ഷസദുഷ്ട ശത്രു ഹത, രാക്ഷസനാകുന്ന ആ ശത്രു ഹനിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഇന്ദ്രൻ പറഞ്ഞു, രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ ബ്രഹ്മാവ് നൽകിയ വരത്തിൻ്റെ ബലം കൊണ്ട് സകല സ്വർഗം, ദേവന്മാരുടെ പിന്നെ രാജ്യമാകുന്ന സ്വർഗവും എൻ്റെ എല്ലാ സുഖഭോഗങ്ങളെയും രാവണൻ അപഹരിച്ചു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അപ്പം എനിക്ക് അതൊക്കെ തിരിച്ചു കിട്ടി. ആ രാക്ഷസനാകുന്ന ആ ദുഷ്ടശത്രു ഭഗവാനാൽ ഹനിക്കപ്പെട്ടൂരോ, വളരെ സന്തോഷമുണ്ട് എന്ന് ഇന്ദ്രൻ പറഞ്ഞ് സ്തുതിച്ചു. രക്ഷോദിപേനാഖിലദേവ സൗഖ്യം ഹൃതം ച മേ ബ്രഹ്മവരേണ ദേവ പുനശ്ച സർവം ഭവത പ്രസാദാൽ പ്രാപ്തം ഹതോ രാക്ഷസദുഷ്ടശത്രു. ഇപ്പം രാക്ഷസദുഷ്ടനായിട്ടുള്ള ശത്രു ഹനിക്കപ്പെട്ടു അങ്ങയാൽ. ഇനി ദേവാഊച്ചു, ബാക്കി ദേവന്മാരെല്ലാവരും കൂടി സ്തുതിക്കുകയാണ്. ബാക്കി എല്ലാവരും, അത് ഇന്ദ്രൻ, പിന്നെ ബാക്കി ദേവന്മാരെ വായു വരുണൻ ഒക്കെ ഉണ്ടല്ലോ, ബാക്കി ദേവന്മാരെ പിന്നെന്താണ് അവരെല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഹൃത യജ്ഞഭാഗ ധരാദേവദത്ത മുരാരേ ഖലേനാദിദൈത്യേന വിഷ്ണു ഹതോദ്യത്വയാ നോ വിതാനേഷു ഭാഗ പുരാവത് ഭവിഷ്യന്തി യുഷ്മത് പ്രസാദാൽ. മുരാരേ വിഷ്ണു, ഹേ നമ്മൾ കണ്ടുല്ലോ, നരകാസുരൻ്റെ സൈന്യാധിപതി ആയിരുന്നല്ലോ മുരാസുരൻ. ആ മുരാസുരനെ വധിച്ച വിഷ്ണു എന്നാണ് സംബോധന ചെയ്യണം കേട്ടോ. മുരാരേ, മുരൻ്റെ അരി ചന്ത, മുരൻ്റെ ശത്രു, മുരാരേ വിഷ്ണു, അതായത് മുരാസുരനെ സംഹരിച്ച വിഷ്ണു ഭഗവാനെ, അങ്ങനെയാണ് ഭഗവാനെ ഇപ്പം ഇതിൽ സംബോധന ചെയ്യണം. ധരാദേവദത്താഹ നഹ യജ്ഞഭാഗ, ഈ യജ്ഞഭാഗങ്ങളൊക്കെ അതായത് ദേവന്മാരാൽ നൽകപ്പെട്ട യജ്ഞങ്ങളുടെ ഭാഗങ്ങൾ ഖലേന ആദിദൈത്യേന ഹൃത, ആ ദുഷ്ടനായ രാവണൻ ഞങ്ങൾക്കുള്ള യജ്ഞഭാഗം മുഴുവൻ അപഹരിച്ചു. അതായത് ഞങ്ങൾക്ക് സാധാരണ കിട്ടാറുള്ള യജ്ഞം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന യജ്ഞഭാഗം മുഴുവൻ രാവണനാൽ അപഹരിക്കപ്പെട്ടു. അദ്യ ത്വയാ ഹത, ഇപ്പോൾ അവൻ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടു. യുഷ്മത് പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. വിതാനേഷു എന്നാ ഭാഗ, ഇപ്പം യാഗങ്ങളിൽ ഞങ്ങളുടെ ഭാഗങ്ങൾ പുരാവത് ഭവിഷ്യന്തി, പണ്ടത്തെ പോലെ ഞങ്ങൾക്കിപ്പോൾ യജ്ഞഭാഗമൊക്കെ ലഭിച്ചു തുടങ്ങി. അതായത് പിന്നെ ഹേ മുരാസുരനെ പിന്നെ നിഗ്രഹിച്ച വിഷ്ണു ഭഗവാനെ, അതായത് ബ്രാഹ്മണന് ഞങ്ങൾക്കായിട്ട് യാഗം ചെയ്യുമ്പോൾ സമർപ്പിക്കണ ഈ യജ്ഞഭാഗങ്ങൾ മുഴുവൻ ദുഷ്ടനായ രാവണനാൽ അപഹരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ രാവണൻ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടത് കാരണം ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ ബ്രാഹ്മണന് ചെയ്യണ യാഗത്തിൻ്റെ യജ്ഞഭാഗങ്ങളൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമായി എന്നാണ് ദേവന്മാർ പറഞ്ഞത്. ഹൃത്വാ യജ്ഞഭാഗ ധരാദേവദത്താ മുരാരേ ഖലേനാദിദൈത്യേന വിഷ്ണു ഹതോദ്യത്വയാ നോ വിതാനേഷു ഭാഗ പുരാവത് ഭവിഷ്യന്തി ച, പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയെന്ന് യജ്ഞഭാഗേ യുഷ്മൽ പ്രസാദാൽ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. ഇനി പിതൃക്കൾ സ്തുതിക്കുകയാണ്. പിതര ഊജു. എന്താണ് പിതൃക്കളുടെ പിന്നെ സ്തുതി? ഹതോദ്യത്വയാ ദുഷ്ടദൈത്യോ മഹാത്മൻ ഗയാദൗ നരൈർദത്ത പിണ്ഡാദികാന്നഃ ബലാദത്തി ഹത്വാ ഗൃഹീത്വാ സമസ്താനിദാനിം പുനർലബ്ധസ്ത്വാ ഭവാമഹ. എന്തറിയോ? ഹേ ഭഗവാനെ, മഹാത്മാവേ, ത്വയാ അദ്യ ദുഷ്ടദൈത്യ ഹത, ഇപ്പം അങ്ങ് ദുഷ്ടനായിട്ടുള്ള രാക്ഷസനെ വധിച്ചുല്ലോ, അങ്ങയാൽ വധിക്കപ്പെട്ടുല്ലോ. നരൈഹി, മനുഷ്യരാൽ, ന ഗയാദൗ ദത്തപിണ്ട, ഞങ്ങൾക്ക് ഇത്ര കാലമായിട്ട് മനുഷ്യന്മാർ ശ്രാദ്ധം ഊട്ടുമ്പോൾ ഞങ്ങൾക്ക് പിതൃക്കൾക്ക് സമർപ്പിക്കുമല്ലോ, ആ
അംശമൊന്നും ഞങ്ങൾക്ക് ലഭിക്കാറില്ല. അതൊക്കെ അതായത് എല്ലാ നല്ല കർമ്മങ്ങളും ആര് ചെയ്യണതിനെയും തടസ്സപ്പെടുത്തിയിരുന്നു രാവണനെ. അപ്പോൾ പിതൃക്കൾക്കും ദേവന്മാർക്കും ഒന്നും സാധാരണ കിട്ടാറുള്ള ശ്രാദ്ധത്തിനൊക്കെ പിണ്ടങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം അങ്ങനത്തെ നല്ല കർമ്മങ്ങളൊന്നും രാവണൻ ചെയ്യാൻ സമ്മതിക്കില്ല ആരെയും. അപ്പോൾ അതാണ് ദേവന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് യജ്ഞഭാഗങ്ങൾ കിട്ടിയിരുന്നില്ല എന്ന്. അതേപോലെ പിതൃക്കൾ പറയാണ്, എന്താണ് ഗയയിലൊക്കെ പോയിട്ട് ശ്രാദ്ധം ഒട്ടിയിട്ട് ഞങ്ങൾക്ക് ഗയ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ശ്രാദ്ധം ഊട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പിണ്ടങ്ങളൊക്കെ അതൊക്കെ രാവണൻ അപഹരിച്ചിരുന്നു. ആരെങ്കിലും ചെയ്താൽ തന്നെ ആ പിതൃക്കൾക്കുള്ള ഭാഗമൊക്കെ രാവണൻ എടുക്കും, ദേവന്മാർക്കുള്ളതും. സമസ്താൻ ഗൃഹീത്വ ഹത്വ എല്ലാം അങ്ങ് ഇപ്പം എല്ലാ രാക്ഷസന്മാരെയും ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച കാരണം പുനഃ വയം ലബ്ധ സത്വഭവാമ, പിന്നെയും ഞങ്ങൾക്കിപ്പോൾ ഈ പിണ്ടമൊക്കെ ലഭിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു രാവണനാവുമ്പോൾ. നല്ല ആൾക്കാർക്ക് ഇന്ദ്രവടി ഇപ്പോൾ ദുഷ്ടനായിട്ടുള്ള ആ രാവണനെ വധിച്ചു. അപ്പം ഞങ്ങൾക്ക് ഗയ മുതലായിട്ടുള്ള പുണ്യസ്ഥലങ്ങളിൽ മനുഷ്യർ നൽകിയുന്ന പിണ്ടങ്ങളൊക്കെ അവൻ അപഹരിച്ചിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഭക്ഷണവും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആ ദുഷ്ടന്മാരെ എല്ലാം അങ്ങ് സംഹരിച്ചത് കാരണം പിണ്ടാന്നം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പഴയ പോലെ. അതായത് അത് വളരെ സന്തോഷമായി എന്ന് പിതൃക്കൾ അത് സന്തോഷം പറയാണ്. പിതര ഊച്ചു ഹതോദ്യത്വയാ ദുഷ്ടദൈത്യോ മഹാത്മൻ ഗയാദൗ നരൈർദത്ത പിണ്ഡാദികാന്നഃ ബലാദത്തി ഹത്വാ ഗൃഹീത്വാ സമസ്താനിദാനീം പുനർലബ്ധ സത്വാ ഭവാമഹ. ഈ യക്ഷന്മാർ പറയാണ്, സദാ വിഷ്ടികർമ്മണ്യനേനാഭിയുക്താ വഹാമോദശാസ്യം ബലാദ് ദുഃഖയുക്താഃ ദുരാത്മാഹതോ രാവണോ രാഘവേശഃ ത്വയാ തേ വയം ദുഃഖ ജാതാദ് വിമുക്തഃ. ഇവരും വിമുക്തരായി. എന്തെന്ന്? അനേന ബലാദ് വിഷ്ടി കർമ്മണി അഭിയുക്താഹ ദുഃഖയുക്താഹ വയം. അതായത് ഈ രാവണനാൽ ബലാത്കാരേണ ഞങ്ങളെ ദാസ്യകർമ്മത്തിൽ ഞങ്ങളെ ദാസന്മാരായിട്ട് ഉപയോഗിച്ചു രാവണനെ. അങ്ങനെ ദാസ്യകർമ്മത്തിൽ ഞങ്ങളെ നിയമിച്ച ദുഃഖത്തോടു കൂടിയിട്ടുള്ള ഞങ്ങളെ ദശാസ്യം വഹാമ, രാവണനെ എപ്പോഴും എടുത്ത് നടക്കുക ഒക്കെ വേണം. യക്ഷന്മാർക്ക് രാവണൻ്റെ ഭൃത്യന്മാരാക്കി തീർത്തു യക്ഷന്മാരെ. അപ്പോൾ രാവണൻ പറയണതൊക്കെ കേൾക്കണം, രാവണനെ എടുത്ത് നടക്കാൻ പറഞ്ഞാൽ എടുത്ത് നടക്കണം. അതാണ് ദശാസ്യം വഹാമ. ചിലപ്പോൾ ഞങ്ങൾക്ക് രാവണനെ ഏറ്റുകൊണ്ട് നടക്കണം. വെറും ഭൃത്യന്മാരായി ഞങ്ങളെ. രാഘവേശാഹേ രഘുശ്രേഷ്ഠ ദുരാത്മാ രാവണ ഹത്വ. ഇപ്പോൾ ആ ദുരാത്മാവായിട്ടുള്ള രാവണൻ നിഗ്രഹിക്കപ്പെട്ടു. തേ വയം ദുഃഖജാതാത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദുഃഖം ഭൃത്യരായിട്ട് ദാസന്മാരായിട്ട് ജീവിക്കേണ്ട ഗതികേടിൽ നിന്നും അങ്ങ് ഞങ്ങളെ വിമോചിപ്പിക്കപ്പെട്ടു എന്ന്. അതായത് വിഷ്ടികർമ്മം എന്താ പ്രശ്നമുണ്ടോ ഇതിൽ പറയണ്ടല്ലോ. അപ്പോൾ വിഷ്ടികർമ്മം ചെയ്യേണ്ടിന്ന്. അതായത് വിഷ്ടികർമ്മം എന്ന് പറഞ്ഞാൽ ദാസനും കൂടി അല്ല ഉള്ളൂ. ശമ്പളം കൂടാതെ പ്രതിഫലം കൊടുക്കാതെ ജോലി ചെയ്യിക്കുന്നതാണത്രേ വിഷ്ടികർമ്മം. അതായത് പ്രതിഫലം കൂടാതെ വേല ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് വിഷ്ടികർമ്മം. വിഷ്ടികർമ്മം എന്നുള്ളതിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. ഭൃത്യനും കൂടിയല്ല. അവർ പറയണ പണിയൊക്കെ ചെയ്യും വേണം, നമുക്ക് പ്രതിഫലമൊന്നും കിട്ടൂല. അങ്ങനെ അടിമ എന്ന് പറയാം. അടിമകൾക്ക് അങ്ങനെയാണല്ലോ, അടിമകൾ പറയണതൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ഭൃത്യൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ട. അടിമകളെ രാവണൻ ഞങ്ങളെ അടിമകളാക്കിയിരുന്നു. രാവണനെ ഏറ്റി നടക്കും കൂടി ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇപ്പം രാവണനെ അങ്ങ് വധിച്ച കാരണം ഞങ്ങളെ ആ ദുഃഖാവസ്ഥയിൽ നിന്ന് മോചിതരായി. ഇപ്പം ഞങ്ങൾ വിഷ്ടികർമ്മം ചെയ്യേണ്ട ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ മോചിതരായി എന്ന് പറയാൻ കേട്ടോ. രാവണൻ്റെ വാഹനമൊക്കെ വഹിക്കാൻ ഈ യക്ഷന്മാരോട് പറഞ്ഞായിരുന്നു അത്രേ. അതാണ് ഇപ്പം ഞങ്ങളെ ആ ദുഃഖത്തിന് മോചിപ്പിച്ചു. യക്ഷ ഊജു സദാവിഷ്ടികർമ്മണ്യനേനാഭിയുക്താ വഹാമോദശാസ്യം ബലാദ് ദുഃഖയുക്താഃ ദുരാത്മാഹതോ രാവണോ രാഘവേശഃ ത്വയാ തേ വയം ദുഃഖജാതാദ് വിമുക്താഃ. ഇനി ഗന്ധർവന്മാരെന്താ പറയണത്? വയം സംഗീത നിപുണ ഗായന്തസ്തേ കഥാമൃതം ആനന്ദാമൃത സന്തോഹയുക്താഃ പൂർണ്ണ സ്ഥിതാ പുരാ
പശ്ചാദ്ദുരാത്മനാ രാമ രാവണേനാഭിവിദ്രുതാ തമേവ ഗായമാനാശ്ച തദാരാധന തൽപരാഹ. എന്താ പറഞ്ഞാൽ ഞങ്ങൾ പണ്ടൊക്കെ എപ്പോഴും അങ്ങയുടെ ഭഗവാന്റെ പിന്നെ എന്താണ് കഥകളൊക്കെ ലീല കഥകളും പിന്നെ എന്താണ് പറയുക യശസ്സുമൊക്കെ കീർത്തിച്ച് നടക്കണവരല്ലേ ഞങ്ങളെ. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ രാവണൻ ഞങ്ങളെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് രാവണൻ്റെ യശസ്സിനെ പറ്റി കീർത്തിക്കാനായി ഞങ്ങളോട് നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന്റെ യശസ് കീർത്തിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ രാവണൻ്റെ യശസ് നിർത്തിക്കേണ്ടി വന്നു. അതാണ് പറയണതില്ലേ, സംഗീത നിപുണഹ വയം, നല്ല സംഗീത നിപുണന്മാരായിട്ടുള്ള ഞങ്ങൾ തേ കഥാമൃതം ഗായന്ത, അങ്ങയുടെ കഥാമൃതമാണ് ഞങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരുന്നത്. എന്നിട്ടോ ആനന്ദാമൃത സന്തോഷയുക്ത, ഞങ്ങൾക്കാണെങ്കിൽ അത്ര ആനന്ദം ആണ് അങ്ങയുടെ കഥകൾ പാടുന്നത്. അങ്ങനെ നടക്കായിരുന്നു ഞങ്ങൾ. പൂർണ്ണന്മാരുമായിട്ട് പുരാസ്ഥിത, പണ്ട് ഞങ്ങൾ അങ്ങനെയാണ് അങ്ങയുടെ യശസ്സിനെയും അങ്ങയുടെ ലീലകളെയും പ്രകീർത്തിച്ചു കൊണ്ട് ആനന്ദ സമുദ്രത്തിൽ ആറാടി നടക്കുന്നവരായിരുന്നു ഞങ്ങൾ. പശ്ചാൽ ദുരാത്മന രാവണേന, അതിനുശേഷം ഈ ദുരാത്മാവായിട്ട് രാവണനാൽ അഭിവിദ്രുത ഓടിക്കപ്പെട്ടു ഞങ്ങൾ. എന്നിട്ടോ തമ്മേവ ഗായമാന, എന്നിട്ടെന്താ രാവണനെ തന്നെ പറ്റിയിട്ടുള്ള ഗാനങ്ങളെ പാടാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ തദ് ആരാധന തൽപര, അവനെ ആരാധിക്കുന്നതിൽ ഞങ്ങളെ തൽപരരാക്കി തീർത്തു. മീൻസ് അവനെ മാത്രമേ ആരാധിക്കാൻ സമ്മതിക്കുള്ളൂ. അതായത് ഞങ്ങൾ സംഗീതത്തിൽ വളരെ നിപുണന്മാരാണ്. ഞങ്ങൾ പണ്ട് അങ്ങയുടെ കഥാമൃതത്തെ ഗാനം ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന ആനന്ദ പ്രവാഹത്തിൽ മുങ്ങി നടക്കണ പൂർണ്ണ സംതൃപ്തരായിട്ട് നടക്കണവരായിരുന്നു. അതിനുശേഷം ദുഷ്ടനായിട്ടുള്ള രാവണൻ ഞങ്ങളെ ആ ഒരു അതൊക്കെ നിർത്തിച്ച് ആ രാവണനെക്കുറിച്ച് തന്നെ കീർത്തിച്ച് പാടാനും രാവണനെ ആരാധിക്കാനും നിർബന്ധിച്ച് അങ്ങനൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ അതിന്ന് രക്ഷപ്പെട്ടുല്ലോ. അതാണ് ഗന്ധർവൂജു വയം സംഗീത തിമുണ ഗായന്തസ്തേ കഥാമൃതം ആനന്ദാമൃത സന്തോഷയുക്താഹ പൂർണ്ണ സ്ഥിതാ പുരാ പശ്ചാദ്ദുരാത്മന രാമ രാവണേനാഭിവിദ്രുതാഹ തമേവ ഗായമാനാശ്ച തദാരാധന തൽപരാഹ. ഇനി സ്ഥിതാസ്ത്വയാ പരിത്രാതാ ഹതോയം ദുഷ്ടരാക്ഷസഃ ഏവം മഹോരഗാ സിദ്ധാഃ കിന്നരാ മരുതസ്തഥാ വസവോ മുനയോ ഗാവോ ഗുഹ്യകാശ്ച പതത്രിണ സപ്രജാപതയശ്ചൈതേ തഥാ ചാപസ്സരസാം ഗണാഃ സർവേ രാമം സമാസാദ്യ ദൃഷ്ട്വ, അല്ല ഒരു ശ്ലോകം കൂടി ഉണ്ട്. സർവേ രാമം സമാസാദ്യ ദൃഷ്ട്വ നേത്രമഹോത്സവം സ്തുത്വാ പൃഥക് പൃഥക് സർവേ രാഘവേണാഭിവന്ദിതാഃ യയുസ്വം സ്വം പദം സർവേ ബ്രഹ്മരുദ്രായ തഥാ പ്രശംസന്തോ മുദാ രാമം ഗായന്തസ്തസ്യ ചേഷ്ടിതം ധ്യായന്തസ്ത്വഭിഷേകാർദ്രം സീതാലക്ഷ്മണ സംയുതം സിംഹാസനസ്ഥം രാജേന്ദ്രം യയു സർവേ കൃതിസ്ഥിതം. കുറേ ശ്ലോകങ്ങൾ ഒന്നിച്ചാ. എന്താ അറിയോ, അതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമുള്ളൂ. എന്താ വെച്ചാൽ ഇങ്ങനെ ഞങ്ങളെ ഭഗവാൻ അങ്ങ് രക്ഷിച്ചു. ദുഷ്ടനായ ഈ രാക്ഷസൻ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാവരും ഇപ്രകാരം എന്താണ്, പിന്നെ പാമ്പുകൾ, സർപ്പങ്ങൾ, വലിയ ഉരകങ്ങൾ, സിദ്ധന്മാർ, കിന്നരന്മാർ എല്ലാവരും ഉപദ്രവിച്ചിരുന്നു രാവണൻ. ഉരകങ്ങൾ, മഹത്തായ ഉരകങ്ങൾ, സിദ്ധന്മാർ, കിന്നരന്മാർ, മരുത്തുക്കൾ, അതായത് ഒരു തരം ദേവന്മാരനെയാണ് മരുത്തുക്കൾ. നമ്മൾ ഭാഗവതത്തിൽ ഇത് കണ്ടു. മരുത്തുക്കൾ ആരാ? 49 പേരുണ്ട് മരുത്തുക്കൾ. മരുദേവന്മാർ ശരിക്കുള്ള അതിഥിയുടെ മക്കളല്ല കേട്ടോ, പിന്നെ അങ്ങനത്തെ ദേവന്മാരല്ല. പിന്നെ ഈ ദിതിയുടെ മക്കളാണ്, പക്ഷേ പിന്നെ ദേവന്മാരായി തീർന്നു. അത് ആ കഥയൊക്കെ ഉണ്ടല്ലോ, നമ്മ അത് പറയുന്നില്ല ഇവിടെ. മരുത്തുക്കൾ, വസുക്കൾ, മുനിമാർ, ഗോക്കൾ, ഗുഹ്യകന്മാർ, പക്ഷികൾ, അപ്സരസ്സുകൾ, പ്രജാപതികൾ, ഇവരെല്ലാം സീതാ സമേതനായ രാമൻ്റെ സന്നിധിയിൽ വന്ന്
ആ ഭഗവാന്റെ ആ മനോഹരമായ വിഗ്രഹത്തെ കണ്ടിട്ട് വെവ്വേറെ വെവ്വേറെ സ്തുതിക്കുകയും അവരൊക്കെ അക്നോളജ് ചെയ്ത് അവരൊക്കെ വേണ്ട പോലെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടവരായിട്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ബ്രഹ്മാവ്, ശിവൻ മുതലായ സർവരും രാമനെ വളരെ സന്തോഷത്തോടുകൂടി പ്രശംസിച്ച് രാമൻ്റെ ഈ പ്രവൃത്തിയെ പ്രകീർത്തിച്ച് അഭിഷേകം കൊണ്ട് മേല് മുഴുവൻ പലരും പലതരത്തിലുള്ള അഭിഷേകം ചെയ്തു, പട്ടാഭിഷേകേ. അങ്ങനെ മേല് മുഴുവൻ നനഞ്ഞ് സീതാലക്ഷ്മണ സമേതനായിട്ട് സിംഹാസനത്തിലിരിക്കുന്നവരുമായ രാമചന്ദ്രനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പറഞ്ഞവരെല്ലാം, അതായത് ശിവൻ, പാർവതീദേവി, പരമശിവൻ പാർവതീദേവിയുടെ ഒപ്പം അവിടെ സ്തുതിച്ചുവല്ലോ. പിന്നെയോ ബ്രഹ്മാവ്, പിന്നെ അതായത് ശിവനും ബ്രഹ്മാവും, പിന്നെ ഇന്ദ്രൻ, ദേവന്മാര്, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, പിന്നെ ഈ പറഞ്ഞവരൊക്കെ ഇപ്പം ഈ ശ്ലോകത്തിൽ ആരൊക്കെ? ഉരകങ്ങള്, സിദ്ധന്മാര്, കിന്നരന്മാര്, മരുത്തുക്കള്, വസുക്കള്, മുനിമാര്, ഗോക്കള്, ഗുഹ്യകന്മാര്, പക്ഷികള്, അപ്സരസ്സുകള്, പ്രജാപതികള്, ഇവരൊക്കെ സീതാലക്ഷ്മണ സമേതനായിട്ടുള്ള രാമനെ പ്രകീർത്തിച്ച് ഒരുപാട് സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് അഭിഷേകം കൊണ്ട് ആർദ്രമായിട്ട് സീതാലക്ഷ്മണ സമേതനായിട്ട് സിംഹാസനത്തിരിക്കുന്നവനായ രാമചന്ദ്രനെ ഹൃദയത്തിൽ തന്നെ ധ്യാനിച്ചും കൊണ്ട് അവരെല്ലാവരും അവനവൻ്റെ സ്വസ്ഥാനത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എത്ര നല്ലൊരു ഇതാണല്ലേ. അതായത് ആ അഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകം മനസ്സിന് ധ്യാനിച്ചുകൊണ്ടാണ് പ്രകീർത്തിച്ചു. അവിടെ കുറേ സ്തുതിച്ചു, എല്ലാവരും അവിടെ നിന്ന് സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പട്ടാഭിഷേകത്തിൻ്റെ ആ ഒരു ദൃശ്യം ഉണ്ടല്ലോ, സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതനായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിൽ മനോഹരമായിട്ടിരിക്കണം. ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞവരെല്ലാം സ്വന്തം സ്ഥാനങ്ങളിലേക്ക്, അവരവരുടെ ധാമങ്ങളിലേക്ക് അവർ പോയി എന്നാണ് ഈ കുറേ ശ്ലോകങ്ങളിൽ പറഞ്ഞ. ഇനി ഒന്നും കൂടി വായിക്കുമ്പോൾ അത് അത്ര എളുപ്പമാണ്, 70. അപ്പോൾ 5 ശ്ലോകം ഞാൻ വായിച്ചിട്ട് നമുക്ക് ഇന്ന് നിർത്താം. സ്ഥിതാസ്ത്വയാ പരിത്രാത ഹതോയം ദുഷ്ടരാക്ഷസനെ കൊന്നപ്പോളേ ഏവം മഹോരഗാഹ, ഉരകങ്ങള്, സിദ്ധാഹ കിന്നരാ മരുതസ്തഥ, സിദ്ധന്മാര്, കിന്നരന്മാര്, മരുത്തുക്കള്, വസവോ, വസുക്കള്, മുനയോ, മുനിമാര്, ഗാവോ, പശുക്കള്, ഗുഹ്യകാശ്ച, ഗുഹ്യകന്മാര്, പദത്രിണ, പക്ഷികൾ, പ്രജാപതയശ്ചൈതേ, പ്രജാപതിമാര്, തഥാ ചാപ്സരസാം ഗണാഹ, അപ്സരസ്സുകള്, സർവേ രാമം സമാസാദ്യ, രാമന്റെ സന്നിധിയിൽ വന്നിട്ട് ദൃഷ്ട്വ നേത്രമഹോത്സവം, അവരുടെ നേത്രങ്ങൾക്ക് ഉത്സവമായിട്ടുള്ള രാമനെ സ്തുത്വ പൃഥക് വേറെ വേറെ സ്തുതിച്ച് സർവേ രാഘവേണാഭിവന്ദിതാഹ, എല്ലാവരെയും രാഘവൻ ഇങ്ങടും കണ്ടു നടിച്ച് ഇങ്ങടും ഇങ്ങടും വന്ദിച്ചു. യയു സ്വം പദം സർവേ, എല്ലാവരും സ്വന്തം ധാമത്തിലേക്ക്, ബ്രഹ്മരുദ്രാദയസ്തഥ, ബ്രഹ്മാവും ശിവനും പാർവതിയും ഒക്കെ പ്രശംസന്തോ, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്, മുദ സന്തോഷത്തോടെ, രാമം ഗായന്തസ്തസ്യ ചേഷ്ടിതം, രാമൻ്റെ ഈ ചേഷ്ടകളെ അല്ലെങ്കിൽ ലീലകളെ പ്രകീർത്തിച്ചുകൊണ്ട്, ധ്യായന്തസ്ത്വഭിഷേകാർദ്രം, അനവധി അഭിഷേകം കൊണ്ട് ആർദ്രമായിട്ട് നനഞ്ഞിരിക്കുന്ന, സീതാലക്ഷ്മണ സംയുതം, സീതാലക്ഷ്മണ സമേതനായിട്ടുള്ള രാമനെ സിംഹാസനത്തിലിരിക്കുന്ന രാജേന്ദ്രനെ യയു സർവേ ഹൃദയസ്ഥിത, ആ ശ്രീരാമപട്ടാഭിഷേകത്തിൻ്റെ ആ രംഗം തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം ഗൃഹങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. നമുക്കും ആ ശ്രീരാമപട്ടാഭിഷേകത്തിൻ്റെ ദൃശ്യം തന്നെ മനസ്സിൽ ധ്യാനിച്ച് ഇന്ന് നമുക്ക് ഈ രാമായണം ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീ ഈശ്വര ശ്രീകൃഷ്ണാർപ്പണമസ്തു.
ഗുരുവായൂരപ്പാ ശരണം.